ഇതേ ജാനകിയൊക്കെ വീണ്ടും കേരളത്തിൽ വന്നിട്ടുണ്ട്, അതും പുതിയ പ്രൊഡക്ഷനുമായിട്ട്. അപ്പോൾ പിന്നെ പോവാണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ലാത്ത ടിക്കറ്റ് തത്കാലിന് ബുക്ക് ചെയ്ത് ഞാനും അതും അങ്ങനെ നേരെ ട്രിവാൻഡ്രത്തേക്ക് വിട്ടു. ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുന്ന സൂര്യ ഫെസ്റ്റിവലിൽ ഇത്തവണ ഒക്കെ നേർക്കണ്ണാടി എന്നൊരു പുതിയ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. അതിലുപരി എന്നെ സംബന്ധിച്ച് അക്കയെ കാണുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് ഞാൻ ഈ പോകുന്നത്. വന്ദേ ഭാരതിലായതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഇരുന്ന ഇരിപ്പിൽ അങ്ങോട്ട് തീർത്തു. ആർക്കാ ട്രെയിനിൽ ഇപ്പോൾ ഇത്രയും വേഗം എങ്ങടാ പോകാനുള്ളത് എന്നാരോ ചോദിച്ചിരുന്നു പണ്ട്. പക്ഷേ വന്ദേ ഭാരത് പോലൊക്കെ ഒരു ട്രെയിൻ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ പെട്ടെന്നൊക്കെ എത്തേണ്ട സ്ഥലത്ത് എത്തുന്നത്. 3 മണിയോടെ ട്രിവാൻഡ്രത്തെത്തിയ ഞങ്ങൾ നേരെ പോയത് കല്ലുവിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ നിന്നാണ് ഫ്രഷായിട്ട് പുള്ളിക്കാരി തന്നെയാണ് ഞങ്ങളെ കൂട്ടിയിട്ട് സൂര്യ ഫെസ്റ്റിവലിലും പോയത്. എത്ര തവണ ഈ ചെറുക്കന് ഓർമ്മയില്ല. അങ്ങനെ ഷടപടയെന്ന് റെഡിയായി കല്ലുവിൻ്റെ ബാക്കി ഫ്രണ്ട്സിനെയും കൂട്ടി ഞങ്ങളെല്ലാവരും കൂടെ സൂര്യ ഫെസ്റ്റിവലിലേക്ക് പോയി. സൂര്യ ഫെസ്റ്റിവലിലേക്ക് കയറി പ്രോഗ്രാം കാണണമെങ്കിൽ മെമ്പർഷിപ്പ് കാർഡ് വേണം. മെമ്പർഷിപ്പ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ അകത്തേക്ക് എൻട്രി ഉള്ളൂ. അതുപോലെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ ഒരു വൻ ക്യൂ തന്നെ അവിടെ ഉണ്ട്. അവിടെ ക്യൂവിൽ നിന്ന് ആദ്യം തന്നെ നിൽക്കുകയാണെങ്കിൽ മുന്നിലൊക്കെ ഇരിക്കാൻ പറ്റും. കുറച്ച് ബാക്കോട്ടാണെങ്കിൽ ബാക്ക് സീറ്റിലും ഇരിക്കാം. എനിക്ക് ഒന്നുകൂടെ കംഫർട്ടായിട്ട് തോന്നിയത് ബാക്ക് സീറ്റാണ്. ബട്ട് ഞങ്ങൾ നിർഭാഗ്യവശാൽ ഏറ്റവും മുന്നിലായിരുന്നു. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഒക്കെ ഒന്നുകൂടെ കാണാൻ പറ്റിയൊരു സന്തോഷത്തിലും മനസ്സമാധാനത്തിലും ഒക്കെ ഞങ്ങൾ തിരിച്ചു മടങ്ങി.